നമസ്കാരമുണ്ട്. ആ പണിക്കരോ ഇരിക്കെ. എന്തായി പോയ കാര്യങ്ങളൊക്കെ? ചൊവ്വന്നൂരെ കാര്യം നടക്കണ ലക്ഷണമില്ല. ചെക്കൻ ഡോക്ടർ ആയതുകൊണ്ട് ഒരു ഡോക്ടർ പെണ്ണെ തന്നെ വേണമെന്നാ അവരുടെ നിർബന്ധം. പിന്നെ അരമത്തൂരും പോയി. ചെക്കൻ എഞ്ചിനീയറൊക്കെ തന്നെയാ, പക്ഷേ ആർത്തിയുള്ള കൂട്ടരാ. ഇവിടുത്തെ സ്വത്തിന്റെ കണക്കാ ആദ്യം ചോദിച്ചത്. തെക്കേപ്പാട്ട എന്ന് പറഞ്ഞില്ലേ താൻ? ഉവ്വ് പറഞ്ഞു. തെക്കേപ്പാട്ട ആയാലും വടക്കേപ്പാട്ട ആയാലും കയ്യിൽ ചിക്കിലി ഉണ്ടോന്നാ തന്ത ചോദിച്ചത്. എനിക്കത് കേട്ടപ്പം ചുരുക്കത്തിൽ താൻ പറഞ്ഞ രണ്ട് കാര്യവും നടക്കില്ല. അത് പറഞ്ഞാ പോരെ? എന്നങ്ങനെ ഉറപ്പിക്കല്ലേ. വിലാസിനി അമ്മയ്ക്ക് നമ്മുടെ മനക്കപ്പടിയുടെ പരമേശ്വരൻ നായരെ അറിയൂ? ഉവ്വ്. എന്താ കാര്യം? ഞാൻ ഇങ്ങോട്ട് പറഞ്ഞ വഴിക്ക് പരമേശ്വരൻ നായർ കാര്യം പറഞ്ഞു. മൂപ്പരുടെ പെങ്ങളുടെ മോന് വേണ്ടിട്ടാ. പരമേശ്വരൻ നായരുടെ പെങ്ങളെന്ന് പറയുമ്പോ യശോദ. അതന്നെ. അവര് ദുബായിലല്ലേ? അവരിപ്പോ ദുബായിൽ നിന്നൊക്കെ മടങ്ങി ടൗണിൽ താമസം തുടങ്ങി. കൊട്ടാരം പോലത്തെ ഒരു വീടും സ്വന്തമായിട്ട് എന്തൊക്കെ ബിസിനസ് കൊണ്ടത്രേ പയ്യന്. നമുക്കതങ്ങോട്ട് ആലോചിച്ചാലോ? ഇവിടുത്തെ കുട്ടിയെ ആലോചിക്കാൻ പരമേശ്വരൻ നായർ പറഞ്ഞു? ഇല്ല, എന്റെ മഴ മനസ്സിലങ്ങനെ തോന്നിയേ ഉള്ളൂ. ആ ആലോചിക്കുന്നൊക്കെ കൊള്ളാം. അവരാദ്യം കുട്ടിയെ വന്നെന്ന് കാണട്ടെ, എന്നിട്ട് മതിയല്ലോ ബാക്കി കാര്യങ്ങൾ. മതി മതി. ഞാൻ എന്നാ പോയിട്ട് പരമേശ്വരൻ നായരുടെ വിവരം ഒന്ന് പറയട്ടെ. കുമാരേട്ടൻ വല്ലതും പറഞ്ഞോ? പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. ആശുപത്രിയിലേക്ക് വിളിച്ചപ്പോ മറുത്തൊരക്ഷരം പറയാതെ എന്റെ കൂടെ വന്നു. ഒരു ശല്യം ഉണ്ടാക്കിയില്ല. എന്നെ അന്വേഷിച്ചോ? ഗൗരിയുടെ കാര്യം പറഞ്ഞ അവൻ നാട്ടുകാരോട്ട് അടിയുണ്ടാക്കിയത്. പണ്ട് എന്റെ നേർക്കേ ഉണ്ടായിരുന്നുള്ളൂ. വാസ്തവത്തിൽ അവന്റെ കാര്യം ഓർക്കുമ്പോ എനിക്ക് വലിയ സങ്കടം. ഒക്കെ ഒന്ന് വേഗം ഭേദമായാ മതിയായിരുന്നു. ഗൗരി വിഷമിക്കരുത്, എല്ലാം ശരിയാവും. ഗീതു, ഒരു കാര്യം പറയാനാ ഞാൻ വിളിച്ചത്. നാളെ നിന്നെ കാണാൻ ഒരു കൂട്ടർ വരും. എനിക്കിപ്പോ കല്യാണമൊന്നും വേണ്ട. അത് ഞാൻ തീരുമാനിച്ചോളാം. വയ്ക്കോ. കോളേജ് പോണില്ല എന്ന് പറഞ്ഞപ്പോ ഉടനെ കല്യാണം. കൽപ്പനകളേ ഉള്ളൂ, എല്ലാം അനുസരിച്ചോളണം. വെറുതെ അല്ല അച്ഛൻ. അല്ല, ഗീതയ്ക്ക് ഇതുവരെ ഒരുങ്ങിയില്ലേ? അവരെത്തിട്ടോ. ഞാൻ ഒരുങ്ങണമൊന്നുമില്ല. കാണണ്ടോരെന്ന് ഇങ്ങനെ കണ്ടാ മതി. ഒരുങ്ങിയില്ലേലും ചേച്ചി സുന്ദരി തന്നെയാ. എന്നാലും കാണാരെന്ന് വിചാരിക്കും. വാ എനിക്ക്. ഗീതു. പരമേശ്വരൻ നായരെ, യശോദയും കുടുംബവും നാട്ടിലെത്തിയ വിവരം പണിക്കര് പറഞ്ഞപ്പോഴാ ഞാൻ അറിയണേ. നാട്ടിലെ സ്വത്തുക്കളൊക്കെ നോക്കി നടത്താൻ ആള് വേണ്ടേ? ചെറുക്കനും പെണ്ണിനും വല്ലതും സംസാരിക്കാനുണ്ടെങ്കിലേ ആയിക്കോട്ടെ. അല്ല വിലാസി? വേണ്ട, എനിക്കൊന്നും സംസാരിക്കാനില്ല. എന്താടാ രാജേന്ദ്രൻ, നിനക്ക് പെണ്ണിനെ ഇഷ്ടപ്പെട്ടില്ലേ? ഇല്ല. അതിനിങ്ങനെയാണോടാ കാണിക്കുക? പിന്നെ ഞാൻ എങ്ങനെ കാണിക്കണമെന്നാ? അതിനെന്തെല്ലാം വഴികൾ കിടക്കണു. ഇതിപ്പോ അന്തത്തുള്ള ഒരു തറവാട്ടി കയറി വന്ന് അവരെ അവമാനിച്ചതിന് തുല്യമായില്ലേ? എന്താണ് പ്രശ്നം? ഒന്നുമില്ല, ഇത് നടക്കില്ല, അത്ര തന്നെ. എടാ രാജേന്ദ്ര, കാര്യം എന്താ പറഞ്ഞിട്ട് പോടാ. എടാ അവിടെ നിന്നേ. നിനക്ക് ഇതും പറഞ്ഞങ്ങ് പോയാ മതി. ഈ നാട്ടിൽ ജീവിക്കേണ്ടത് ഞാനാ. നിന്റെ അത്ര കാശില്ലെങ്കിലും എനിക്കുണ്ട് അന്തസ്സും അഭിമാനം. എടാ എന്തുണ്ടെങ്കിൽ എന്നോട് തുറന്നു പറ. അമ്മാവ, ആ പെണ്ണ് പിഴയാ. തോന്നിയാസം പറഞ്ഞല്ലോ. തോന്നിയാസമൊന്നുമല്ല, എനിക്ക് നേരിട്ട് അറിയാവുന്ന കാര്യമാണ്. മറ്റൊരാളുടെ ഉച്ചം തിന്നാൻ എനിക്ക് വയ്യ. സത്യമാണോടാ നീ പറയുന്നത്? എനിക്ക് അമ്മാവനോട് നുണ പറയേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ അത് അവരുടെ മുഖത്ത് നോക്കി തന്നെ ചോദിക്കണം. വേണ്ട അമ്മാവ, വിട്ടേക്ക്. അങ്ങനെ വിട്ടാ പറ്റില്ല. വിലാസിനിയമ്മ തെറ്റിദ്ധരിക്കരുത്. കുട്ടിയെ കുറിച്ച് ഇവന് ചില സംശയങ്ങളുണ്ട്. എന്റെ മോളെ കുറിച്ച് എന്ത് സംശയം തനിക്കുള്ളത്? എന്താന്ന് വെച്ചാൽ തുറന്നങ്ങോട്ട് പറയടാ. അല്ല, അത് പിന്നെ എന്താടാ നിന്ന് പരുങ്ങുന്നത്? നിന്റെ നാവിറങ്ങി പോയോ?
അതിപ്പോ ഒരു പെൺകുട്ടിയുടെ അമ്മയുടെ മുഖത്ത് നോക്കി ഇക്കാര്യം പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അതിന് മാത്രം എന്ത് അപരാധമാണോ എന്റെ മോള് ചെയ്തത്? അത് ഞാനായിട്ട് പറയണില്ല, നിങ്ങളുടെ മോളെ വിളിക്കേ. എന്റെ മോളെ വിളിക്കണോ വേണ്ടോ എന്ന് ഞാൻ തീരുമാനിച്ചോളാം. തനിക്ക് എന്താ പറയാനുള്ളത് വെച്ചാൽ പറഞ്ഞിട്ട് പോടോ. വിലാസിയമ്മ അങ്ങനെയൊന്നും സംസാരിക്കരുത്. വലിഞ്ഞു കയറി വന്നവരൊന്നും അല്ല ഞങ്ങള്. എന്തെങ്കിലും ഇല്ലാതെ രാജേന്ദ്രൻ ഇങ്ങനെയൊന്നും സംസാരിക്കരുതെന്ന് എനിക്ക് നല്ല നിശ്ചയ. ഗീതാഞ്ജലി, നമ്മൾ തമ്മിൽ വീണ്ടും കാണേണ്ടവരാ. എന്തെങ്കിലും ഒഴിവൊഴിവ് പറയാനൊന്നും എന്നെ കൊണ്ടാവില്ല. അതല്ല, മനഃപൂർവ്വം രാജേന്ദ്രൻ എന്തെങ്കിലും തെറ്റായിട്ട് പറഞ്ഞ ഞാൻ എന്റെ പെങ്ങളെ അളിയിലേക്ക് അങ്ങ് മറക്കും. അതാ എന്റെ സ്വഭാവം. കാര്യങ്ങൾ എപ്പോഴും സത്യമായിരിക്കണം. അമ്മ വിളിച്ചോ? ഇങ്ങോട്ട് നീങ്ങി നിൽക്കണേ. അങ്ങനെ ആരും തെറ്റപ്പാട്ട് വന്നിട്ട് ഞെളിഞ്ഞു പോണ്ട. കുട്ടിക്ക് എന്നോട് വിരോധമൊന്നും തോന്നരുത്. താൻ വളച്ചു കെട്ടാൻ കാര്യം പറയടോ. നിങ്ങളുടെ മകളെയും അവളുടെ കാമുകനെയും ജോൺ വർഗീസിന്റെ ബംഗ്ലാവിൽ കൊണ്ട് വിട്ടവനായി ഞാൻ. അവന്റെ കൂടെ 3 ദിവസം താമസിച്ചോളാം ഈ നിൽക്കുന്നവള്. ഇതിൽ കൂടുതൽ ഞാൻ ഇനി വല്ലതും പറയണോ? ഇതിനുത്തരം പറയടി. പോയോ നീ? പോയോന്ന്? ഇല്ലെങ്കിൽ കൊന്നുകളയും ഞാൻ. ചോദിച്ചാ പോരെ, തല്ലലും കൊല്ലലൊക്കെ ഞങ്ങൾ പോയിട്ട് വരും. സാക്ഷി പറയാനൊന്നും ഞങ്ങൾക്ക് നേരമില്ല. പറയുന്നുണ്ടോ നീ? ശരിയാ, ഇയാള് പറഞ്ഞതൊക്കെ ശരിയാ. എന്തുപറ്റി? മതി അനിത, നമുക്ക് ഇന്റർവ്യൂ ഇവിടെ നിർത്താം. നിർമ്മലേ, എന്ത് പറ്റി നിനക്ക്? ഒന്നുമില്ല, സാരമില്ല. നമുക്ക് ഇന്റർവ്യൂ പൂർത്തിയാക്കാം. നീ വാ. അപമാനം സഹിക്കാതെ അന്ന് രാത്രി തെക്കേപ്പാട്ട് വിലാസിനി അമ്മ 1 മുഴം കയറിൽ തന്റെ ജീവിതം അവസാനിപ്പിച്ചു. വിവരം അറിഞ്ഞു വന്ന ശേഖര മേനോൻ തിരിച്ചു പോകുമ്പോ ഗീതാഞ്ജലിയും ഡൽഹിയിലേക്ക് കൊണ്ടുപോയി. ഡൽഹിയിലെ ഫ്ലാറ്റിൽ അച്ഛന്റെ പഞ്ചാബി ഭാര്യയോടും 4 മക്കളോടുമൊപ്പം വീർപ്പ് മുട്ടി അവൾ കഴിഞ്ഞു. അവിടെ വെച്ച് ഒരു കൂട്ടുകാരിയെ കിട്ടി. അടുത്ത ഫ്ലാറ്റിൽ താമസിക്കുന്ന രേണുക വർമ്മ എന്നൊരു പത്രപ്രവർത്തക. ഗീതാഞ്ജലി അല്പമെങ്കിലും ആശ്വാസം കണ്ടെത്തിയത് രേണുകയുടെ സാമീപ്യത്തിലായിരുന്നു. എങ്കിലും ദിവസങ്ങൾ കൊഴിയവേ ഗീതാഞ്ജലിക്ക് ഡൽഹി വാസം മടുത്തു. അവൾ തെക്കേപ്പാട്ട് തറവാട്ടിലേക്ക് മടങ്ങിയെത്തി. മോള് ഇറങ്ങുകയാണോ? ഇല്ല, വെറുതെ കിടന്നതാ. അച്ഛന്റെ അടുത്ത് വന്നതിന് ശേഷം മോളി മുറി തന്നെയാണല്ലോ. ഇടയ്ക്കൊക്കെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിക്കൂടെ? എവിടെ പോകാനാ എന്റെ ഗൗരിയച്ചി? കൂടെ പഠിച്ച കൂട്ടുകാരൊക്കെ ഇല്ലേ, അവരൊക്കെ ഒന്ന് പോയി കണ്ടൂടെ? ഗൗരിയച്ചി, എന്താ എന്റെ ജന്മം ഇങ്ങനെ ആയിപ്പോയത്? കുട്ടി ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആലോചിച്ച് തല പൊണ്ണാക്കണ്ട. ദേ, എഴുന്നേറ്റ് കുളിച്ച് ഞാൻ പറഞ്ഞ പോലെ ഏതെങ്കിലുമൊക്കെ കൂട്ടുകാരികളെ കണ്ടിട്ട് വാ. ഇനി കിട്ടും നിനക്ക് തല്ല്. ഇവിടെ മനുഷ്യനാകെ ഭ്രാന്ത് പിടിച്ചിരിക്കുക. ആരാ? ഗോപികൃഷ്ണന്റെ വീടല്ലേ ഇത്? അതെ. ഇവിടെ ഉണ്ടോ ആള്? ഇല്ലല്ലോ. ജോലി ചെയ്തിരുന്ന പത്രോഫീസിൽ ഞാൻ പോയിരുന്നു. അവരാ പറഞ്ഞത് അവിടെ നിന്നൊക്കെ പോയിട്ട് നാളുകൾ കുറയായെന്ന്. എവിടെയാ ഇപ്പോ? അതാ എനിക്കും അറിയാത്തത്. ഇങ്ങോട്ട് വന്നിട്ട് 5-6 മാസമായി. ഗോപീഷന്റെ അമ്മായി മരിച്ചു. ഓ, തുളസി? അതെ. നിങ്ങള് പത്രക്കാരിയാണോ? അല്ല, ഗോപീഷന് എനിക്ക് പരിചയമുണ്ട്. അയാളുടെ കവിതകളൊക്കെ എനിക്കിഷ്ടാ. കുറെ നാള് ഡൽഹിയിലായതുകൊണ്ട് കാണാൻ പറ്റില്ല. ഇപ്പൊ എവിടെയാ ജോലി? ജോലിയോ? ജോലി എടുക്കുന്ന കുറച്ചിലില്ലേ അയാൾക്ക്? വലിയ കവി. കവിത വായിച്ചാല് എന്റെ മോന്റെ വിശപ്പ് മാറുന്ന വിചാരം. ശരി, ഞാനെന്ന് പോയിട്ട് പിന്നെ വരാം. അതെ, എന്നോട് പരിഭവം തോന്നരുത്. എന്റെ മനപ്രയാസം കൊണ്ട് പറയണതാ. ഓ, അത് സാരില്ല. ഒന്നും തോന്നില്ലെങ്കില്
എനിക്കൊരു 100 രൂപ തന്നെ സഹായിക്കണം. ഞാൻ പട്ടിണി കിടന്നോളാം. ഈ കുഞ്ഞിന് എന്തെങ്കിലും കൊടുക്കാനാ. ഇതാ ഇത് വെച്ചോളൂ. എവിടെയെങ്കിലും വെച്ച് ഗോപിയേട്ടനെ കാണുകയാണെങ്കിൽ ഒന്നിങ്ങോട്ട് വരാൻ പറയണേ. തീർച്ചയായും.